മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദ ലോർഡ്. ഡിസംബർ 8 മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ഇയർ ഓഫ് മേഴ്സി അഥവാ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2015 ഡിസംബർ 8 മുതൽ 2016 നവംബർ 20 വരെ നീളുന്ന കാലഘട്ടം. തിരുസഭയിലൂടെ കർത്താവിൻ്റെ കരുണയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കൽപ്പനയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഈശോയുടെ കരുണയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഈശോ ഉപകരണങ്ങളാക്കിയ കുറച്ച് നഴ്സുമാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോളി ചേച്ചി. എൻ്റെ പേര് മോളി, എൻ്റെ ഭർത്താവിൻ്റെ പേര് തങ്കച്ചൻ. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. 28 വർഷമായിട്ട് ഞാൻ ദുബായിൽ താമസിക്കുന്നു. എൻ്റെ പേര് ആൽഫി, ജീവിത പങ്കാളി ബിജു. ഞങ്ങൾ 9 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഷാർജയിലെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ജിയാന, എൻ്റെ ഹസ്ബൻഡ് ജോൺ പോൾ. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് UAE ജോലി ചെയ്യുന്നു. ഞാൻ കുടുംബമായിട്ട് അലൈനിൽ താമസിക്കുന്നു. ആദ്യമേ തന്നെ ജിയനോട് ചോദിക്കട്ടെ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ കർത്താവിൻ്റെ കാരുണ്യം ഏറ്റവും അധികം പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് നഴ്സസ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ജിയന്നയുടെ ഒരു നഴ്സിംഗ് ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 31-ാം വചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. ഞാൻ 2004-2005 കാലയളവിൽ മൈസൂർ വിക്രം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ CTVS ICUവിലാണ് വർക്ക് ചെയ്തത്. അവിടെ മാതാപിതാക്കളോടൊപ്പം 12 വയസ്സുള്ള ഒരു മോള് കാർഡിയാക് സർജറിക്കായിട്ട് വന്നു. അങ്ങനെ സർജറി കഴിഞ്ഞ് ആ കുട്ടി കോമ സ്റ്റേജിലേക്ക് പോയി. അങ്ങനെ 8 ദിവസമായപ്പോൾ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തു ഈ കുട്ടി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ട്രക്കിയോസ്റ്റമി ചെയ്യാൻ. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ തൊണ്ടയിലൊരു കിഴുത്തയിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങനെ ഒരു സർജറിക്കായിട്ട് ഡോക്ടേഴ്സ് പ്ലാൻ ചെയ്തു. അങ്ങനെ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായിപ്പോയി. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ യൂണിറ്റിൽ വന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടേഴ്സ് ട്രക്കിയോസ്റ്റമിക്കായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ ചെന്ന് എൻ്റെ സുഹൃത്തുക്കളോടും റൂംമേറ്റ്സിനോടും അടുത്ത റൂമിലുള്ള കുട്ടികളോടും പറഞ്ഞു, നമുക്കിങ്ങനെ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ട്രക്കിയോസ്റ്റമി ചെയ്ത് ഇത്രയും കൊച്ചു കുട്ടിയല്ലേ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള നിയോഗം ഇതായിരുന്നു, ഈ കുഞ്ഞിനെ ട്രക്കിയോസ്റ്റമിക്ക് എടുക്കരുത്, പൂർണ്ണ സൗഖ്യത്തോടു കൂടി ഇവൾ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 10ാമത്തെ ദിവസം, ഇതിനു മുമ്പ് ഡോക്ടേഴ്സ് ഇങ്ങനെ ഈ അവസരങ്ങളിൽ ട്രക്കിയോസ്റ്റമിക്ക് പല പ്രാവശ്യം ഓപ്പറേഷനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും അത് നടന്നില്ല. അങ്ങനെ 11ാമത്തെ ദിവസം ഞാൻ വന്നിങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടി കൈ ഇങ്ങനെ കൈവിരലൊന്ന് അനക്കി. അങ്ങനെ ഞാൻ ഓടി ഡോക്ടറുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഡോക്ടറെ കുട്ടി കൈ അനക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവർ ട്രക്കിയോസ്റ്റമിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് എന്നോടൊപ്പം വന്ന് നോക്കുമ്പോൾ ഒരു മാറ്റവും കാണുന്നില്ല. കാരണം ഞാൻ മാത്രമേ കണ്ടുള്ളൂ കൈ അനക്കിയത്. ഡോക്ടർ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടി കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി ഒന്ന് താത്തു വെച്ചു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ തിരിച്ചു വന്ന് എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ വീണ്ടും CPAPലിട്ടു, TPSലിട്ട് അങ്ങനെ എക്സ്റ്റുബേറ്റ് ചെയ്തു. ആ പൂർണ്ണ സൗഖ്യത്തോടു കൂടി ആ മകൾ ഡിസ്ചാർജ് ആയിട്ട് പോയി. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങി. പിന്നെ പല അവസരങ്ങളിലും അവൾ ഞങ്ങളെ കാണാനായിട്ട് വരാറുണ്ടായിരുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 15-ാം വചനം പറയുന്നു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഈ ഒരു അനുഭവം കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, എത്രയോ പ്രതീക്ഷയില്ലാത്ത രോഗികളെയാണ് ഓരോ ദിവസവും നമുക്ക് ശുശ്രൂഷിക്കുവാനായിട്ട് ലഭിക്കുന്നത്. നമ്മൾ നഴ്സുമാരെല്ലാവരും കൂടി ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ ഞാൻ ഓർക്കുമായിരുന്നു ജിയന്ന, ആ ഒരു അവിടുത്തെ ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഒരു അത്ഭുതമായി കാണുമല്ലേ. കാരണം പ്രാർത്ഥിക്കാനെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം
അത്ര വിശ്വാസമൊന്നും ആയിട്ടുണ്ടാവില്ല. ഇല്ല, കാരണം അവർ ട്രക്യോസ്റ്റമിക്ക് പല പ്രാവശ്യം പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ യുഗത്തിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന്. കാരണം പ്രാർത്ഥനയിൽ കൂടി ഒരു രോഗി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഡോക്ടറുടെ മുമ്പിൽ തന്നെ അത് കണ്ടു, ഡോക്ടർ വിശ്വസിച്ചു. തീർച്ചയായിട്ടും GNA കർത്താവ് ഒരു കർത്താവിൻ്റെ കാരുണ്യം ഒഴുക്കുവാൻ തീർച്ചയായിട്ടും ദൈവം കണ്ടു, നല്ലൊരു ഉപകരണമാക്കി മാറ്റിയല്ലേ. ദൈവത്തിന് നന്ദി. GNA പറഞ്ഞതുപോലെ തന്നെ അനുഭവം എനിക്കുമുണ്ട്. ഞാൻ രാവിലെ 2 മണിക്കൂർ സമയം ഇപ്പം ജോലിയില്ലാത്ത സമയത്ത് ഒരു 9 മണി തുടങ്ങി 11 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇപ്പോൾ എന്നോട് പലരും വന്ന് പറയാറുണ്ട്, ചേച്ചി ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ളവരെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ശക്തമായിട്ടിരുന്ന് സ്തുതിച്ച് കരഞ്ഞു കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ദൈവം ഒരിക്കലും കൈവിടുകയില്ലാന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് സ്തുതിച്ച് ഈ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്ന് ഒത്തിരി പേർക്ക് വിടുതൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 900 ഗ്രാം കൊച്ച് ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. ആ കൊച്ച് പൂർണ്ണ സൗഖ്യത്തോടു കൂടി ആ കൊച്ച് രക്ഷപ്പെട്ടു പോയി എന്ന് ആ ഒരു നേഴ്സിനോട് ഒന്ന് പറയുകയും ചെയ്തു. അപ്പം ആ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് അതിൽ നിന്ന് വെളിപ്പെടുത്തുന്നത്. മോൾ ചേച്ചി, ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ചേച്ചി സ്വമേധയാ ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ്. ചേച്ചി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ചേച്ചിക്കുണ്ടായ പ്രചോദനം എന്താ? എനിക്കുണ്ടായ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ 1987 ഇവിടെ വരുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നാണ് ഇവിടെ വരുന്നത്. അങ്ങനെ 89 ഞാൻ കല്യാണം കഴിക്കുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ മൊത്തത്തിലൊരു 23 വർഷത്തോളം ഞാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അതിപ്പം 2006 എനിക്കൊരു ധ്യാനം കൂടാനായിട്ടെന്ന് വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ മാത്രമേ ഉള്ളായിരിക്കും ഒരു വചനം കേൾക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ദുബായ് പള്ളി നടന്നത്. അപ്പോൾ ആ വചനത്തിനകത്ത് ആ അച്ഛൻ പറഞ്ഞ ഒരു സംഭവ കഥ എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എന്തോ ഒരു വന്നെന്നെ സ്പർശിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ വന്ന് സ്പർശിക്കുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ എത്ര വന്നാലും 50 വയസ്സ് വരെ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ. അതിനുശേഷം കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കും എന്നുള്ള ഒറ്റ ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ ഇത് എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പം 50 വയസ്സായപ്പോൾ തുടങ്ങി ഞാൻ അതിനായിട്ട് ഒരുങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഹസ്ബൻഡും പറഞ്ഞു നമുക്ക് ആത്മീയ ഗുരുക്കളോട് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ ഒരുങ്ങി. അങ്ങനെ ഞങ്ങൾ 2011 ജനുവരിയിൽ ഞാൻ ജോലി വിട്ടിറങ്ങുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് മറ്റു മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ബിസിയാണ്. ആരോട് ചോദിച്ചാലും അവർക്ക് ഒരു ശകലം സമയം പോലും കേൾക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ അടുത്ത് വരുന്നവരും അതുപോലെ ഞാൻ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ ശ്രവിക്കാനായിട്ട് ഞാൻ ഇനിയുള്ള സമയങ്ങൾ ചിലവഴിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരെ വേദനിച്ചും വിഷമിച്ചുമൊക്കെ വീടുകളിൽ ഇരിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവ് തോന്നിക്കുന്ന അനുസരിച്ച് ഞാൻ അവരെ ഫോൺ ചെയ്ത് വിളിക്കും. അവർക്കൊരു ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉള്ള ഒരു സംഭവം അതിലൂടെ ഞാനിങ്ങനെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട്. മോളി ചേച്ചി, ഇങ്ങനെ വീടുകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് രോഗികളെ ശുശ്രൂഷിച്ചതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവം ചേച്ചിക്ക് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുണ്ടോ? എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു ക്യാൻസറായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നൊരു സഹോദരി, ആ സഹോദരിയുടെ അടുത്ത് ഞാൻ ചെന്നു. ആ സഹോദരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതനുസരിച്ച് ഞാൻ പറഞ്ഞൊരു ധ്യാനം കൂടാൻ പോകുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കേട്ടപ്പം പുള്ളിക്കാരത്തിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാർ അടുത്ത് പോകും, പ്രാർത്ഥിക്കും. അന്ന് കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു മക്കളുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഈ ധ്യാനം കൂടിയതിന് ശേഷം പുള്ളിക്കാരത്തി ആ തടസ്സങ്ങൾ മാറുകയും അവരുടെ ആ ജോലി പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങളൊക്കെ അത് നടത്തി കൊടുത്തു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അതും ഞാൻ അറിയുന്ന ഒരു സഹോദരിയാണ്. വർഷങ്ങളായിട്ട് പുള്ളിക്കാരത്തിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറയുകയാണ്, ഞാൻ ഒത്തിരി വർഷമായി ഉറങ്ങിയിട്ട് ശരിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എന്ന നാമം, അതൊരു അക്രൈസ്തവരായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും ഉറങ്ങാൻ പറ്റും. അങ്ങനെ പുള്ളിക്കാരത്തി ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം പുള്ളിക്കാരത്തി ഒരു 4 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയുകയാണ് എനിക്കിന്ന് ഉറങ്ങാൻ പറ്റി, അതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് കഴിയുമ്പോൾ എന്നോട് പറയും എനിക്ക് ഈശോയെ പറ്റി അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ എന്നോട് ഈശോയെ പറ്റി പറഞ്ഞു തരാനായിട്ട് പറയും. അപ്പോൾ ഞാൻ വചനം എടുത്ത് ഫോണിലൂടെ ഞാൻ പുള്ളിക്കാരത്തിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പുള്ളിക്കാരത്തി കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഈശോ എന്ന നാമത്തിൻ്റെ ശക്തിയല്ലേ. ഒന്നും അറിയാത്ത ഒരു ആൾ പോലും ഈശോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയാണ് ചെയ്തത്. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് മോളി ചേച്ചി കാണിച്ച ആ ഒരു മനസ്സ്, അത് കരുണയുടെ വേറൊരു മുഖമാണ്.
അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മോളി ചേച്ചി പറഞ്ഞല്ലോ ഈ മറ്റുള്ളവരെ ശ്രവിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ആരെയും കേൾക്കാനുള്ള സമയമില്ല, വീട്ടിലുള്ള ആൾക്കാരെ പോലും കേൾക്കാൻ ഞാനൊരു ദിവസം സമയമില്ല. എനിക്ക് ഇങ്ങനെ പള്ളിയിലൊക്കെ പോകാനായിട്ട് ഇവിടെ ഹസ്ബൻഡിന് വണ്ടി ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് ഇങ്ങനെ മെട്രോയിൽ ബസ്സിലൊക്കെ പോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരുടെ വേദനകൾ സഹിക്കാനും സാധിക്കുമല്ലോ എന്നോർത്താണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ അടുത്തൊരു സ്ത്രീ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കണോ എന്നിങ്ങനെ ആഗ്രഹിച്ച് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുള്ളിക്കാരത്തിനോട് ചോദിച്ചു, എൻ്റെ ഒരു പ്രശ്നങ്ങൾ കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിക്കാരത്തിയുടെ വേദനകളും വിഷമങ്ങളും എല്ലാം കുറച്ച് എന്നോട് പങ്കുവച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആശ്വസിപ്പിക്കാനേ പറ്റത്തുള്ളൂ, പൂർണ്ണമായ സൗഖ്യം തരുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഈശോയുടെ കൈകളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞാനും പ്രാർത്ഥിച്ചോളാം. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വേദനകൾ കേൾക്കുന്ന ആൾക്കാരുടെ ആ വേദനകളും അവരുടെ പേരും എല്ലാം ഓർത്ത് എനിക്ക് വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ 6 വർഷമായിട്ട് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ എനിക്ക് സംബന്ധിക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരുകളും അവരുടെ വേദനകളും ആ ഈശോ ആ ബലിയർപ്പിക്കുമ്പോൾ അവിടെ സമർപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അത് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് വാ. നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഈശോയുടെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റ് മേരീസ് പള്ളിയിലാണെങ്കിൽ ഇപ്പോൾ രാവിലെ 5:30 തുടങ്ങി 9:00 വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അത്ര സൗകര്യമുള്ള വേറെ ഒരു പള്ളിയും നമ്മൾക്കിവിടെ ഇല്ല. അപ്പോൾ ആ ഈശോയിലേക്ക് വന്നിട്ട് നിങ്ങൾ ഈശോയെ, അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങളെ നോക്കിയിരിക്കുകയാണ് ഈശോയെ. ഇന്നയാൾ വന്നവരെ കണ്ടില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെന്നിട്ട് ആ ഈശോയെ നോക്കിയിരിക്കുക. അപ്പോൾ ഈശോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും എന്നുള്ള ഒരു ബോധ്യമാണ് ഞാൻ പറ്റുന്നിടത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. മോളി ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ ഈ പരിശുദ്ധ പിതാവ് ഇയർ ഓഫ് മേഴ്സി പ്രഖ്യാപിച്ച സമയത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വത്തിക്കാനിൽ ഒരു ഹോളി ഡോർ തുറക്കുന്നതിനെ പറ്റി. ഒരു ഡോറിലേക്കൂടെ കയറി നമ്മൾ കർത്താവിൻ്റെ കരുണ സ്വീകരിച്ച് അടുത്ത ഡോറിൽ കൂടെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും കർത്താവിൻ്റെ കരുണയുടെ മുഖമായി മാറണം എന്നാണ് പരിശുദ്ധ പിതാവ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും മോളി ചേച്ചി പറഞ്ഞതിനകത്ത് നിന്ന് ആ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു, 6 വർഷമായിട്ട് ദിവ്യബലി മുടക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ആരാധനയിൽ നിന്നും, നിത്യാരാധനയിൽ നിന്നും, വിശുദ്ധ കുർബാനയിൽ നിന്നുമൊക്കെ ആ കാരുണ്യം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒഴുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോളി ചേച്ചി. നല്ല കാര്യം ചേച്ചി. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ആൽഫിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ? തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കുന്നത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരനുഭവമല്ല. നഴ്സസ് മിനിസ്ട്രി വന്നു കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു പ്രചോദനമാണ് ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പ്രാവശ്യത്തെ ലീവിന് നാട്ടിൽ ചെന്നപ്പോൾ കുടുംബമായിട്ട് ഒരു ഓർഫനേജിൽ പോയി. അവിടെ കുട്ടികളോടൊപ്പം ഞാൻ ചിലവഴിച്ചപ്പോൾ ആ കുട്ടികൾക്ക് പുതിയ ഉടുപ്പിനോടുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലായി. നല്ല ഉടുപ്പിട്ട കുട്ടികളെയൊക്കെ ഒന്ന് ആ ഉടുപ്പെ തൊട്ട് നോക്കി ആ ഒരു കൊതി അവരുടെ മനസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും ഒരു വിങ്ങലുണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, തിരിച്ചു വന്നു കഴിഞ്ഞ് ഈ കുട്ടികൾക്കെല്ലാവർക്കും പുതിയ ഓരോ ഉടുപ്പ് വാങ്ങിച്ച് അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ ഈ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉടുപ്പുകളൊക്കെ വാങ്ങിച്ച് ഞാൻ കളക്ട് ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ നഴ്സസ് മിനിസ്ട്രിയുടെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധനെയോ വിശുദ്ധയോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. അതിനുശേഷം അതാരാണെന്ന് പറയുകയും വേണം. ഞാൻ വാഴ്ത്തപ്പെട്ട മദർ തെരേസായെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത്. അതോടെ പറയുകയും ചെയ്തു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു. വൈകുന്നേരമായപ്പോഴേക്കും എൻ്റെ മനസ്സിൽ എന്നോട് തന്നെ ഒരു ചോദ്യമുണ്ടായി. മദർ തെരേസായെ അനുകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് എന്നിൽ എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ എന്നിൽ നോക്കിയിട്ട് എനിക്കൊരു യോഗ്യതയും കണ്ടില്ല. പിന്നെയും സമയം മുന്നോട്ട് പോകുന്തോറും എൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്തി. രോഗികളെ ശുശ്രൂഷിക്കുന്ന മേഖലയിലാണല്ലോ ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ മദർ തെരേസായ്ക്ക് തുല്യമായിട്ട് ശുശ്രൂഷയാണല്ലോ ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്നിൽ വീണ്ടും ചോദ്യങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. മാസാവസാനം ലഭിക്കുന്ന സാലറിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന നിനക്ക് മദർ തെരേസായ്ക്ക് തുല്യമാകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഞാൻ ഈശോയുടെ മുമ്പിൽ പോയിരുന്നു. ഞാൻ ഒത്തിരി നേരം കരഞ്ഞു. എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരുണ്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഒരവസരം തരണേ എൻ്റെ ഈശോയെ. മദർ തെരേസായ്ക്ക് തുല്യമായിട്ട് ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ലായിരിക്കാം,
പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നീ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുന്നിലേക്ക് മദർ തെരേസ ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് മറ്റുള്ളവർ മുമ്പ് കൈ നീട്ടുന്ന ഒരു പടമാണ് വന്നത്. അപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഈ കുട്ടികൾക്ക് ഈ ഉടുപ്പ് അയക്കുന്നതോടൊപ്പം മറ്റുള്ളവർ മുമ്പ് കൈ നീട്ടി എനിക്കും ഈ കുട്ടികൾക്ക് കൂടുതൽ ഉടുപ്പ് അയക്കണം, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ അയക്കണം എന്ന് എൻ്റെ ഉള്ളിലൊരാഗ്രഹം തോന്നി. അപ്പോൾ ഞാനത് ജീവിത പങ്കാളിയായിട്ട് പങ്കുവച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് തന്നു. നീ അത് നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നീ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനമെടുത്തു, ഈ ഇത്രയും ഉടുപ്പ് മാത്രം ഞാൻ അയച്ചാൽ പോരാ, മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടിയാൽ എനിക്കിനിയും ലഭിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്കിതിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നഴ്സസ് മിനിസ്ട്രിയിലും എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ഒത്തിരി നല്ല പ്രതികരണമാണ് വന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഉടുപ്പുകൾ ചോദിക്കുവാനായിട്ട് മുന്നോട്ടിറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി കൂട്ടുകാരുടെ സന്തോഷം ഞാൻ കണ്ടു. മറ്റൊന്നുമല്ല, ഇവിടെ ബർത്ത്ഡേ പാർട്ടിയിലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഉടുപ്പുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയും മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാതെയും ഒത്തിരി ഉടുപ്പുകൾ കബോർഡിൽ കെട്ടിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരെല്ലാവരും ഇത് ആർക്ക് കൊടുക്കും എന്നുള്ള വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി എല്ലാവരും എനിക്ക് എടുത്തു തരാനായിട്ട് തുടങ്ങി. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാനുണ്ടായ ഒരു അവസരം ലഭിച്ചപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആനന്ദം അതെനിക്കിന്നും ആരോടും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ അത് ആൽഫി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് കൈ നീട്ടി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാം. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത് കൊടുക്കുമായിരിക്കും. എനിക്കും ഇത് ആദ്യമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് ചോദിക്കും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളത്, അവരുടെ അടുത്ത് ഞാൻ എങ്ങനെ പറയും എന്നൊക്കെ ഞാനും പല പ്രാവശ്യം ചിന്തിച്ചു. പക്ഷേ എനിക്ക് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് അവരുടെ പ്രതികരണം കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമായി മാറിയത്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഒരു 30 കിലോയോളം ഉടുപ്പ് ഡ്രസ്സ് അയക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അയച്ച അവസരത്തിൽ 85 കിലോയായി മാറി ആ 30 കിലോ എന്നുള്ളത്. പ്രത്യേകിച്ച് അതവിടെ ചെന്നപ്പോൾ ആ കുട്ടികൾക്കുണ്ടായ സന്തോഷം, അവർക്ക് ഇത്രയും നല്ല ഉടുപ്പുകൾ കിട്ടിയപ്പോൾ അതിട്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം നഴ്സസ് മിനിസ്ട്രിയോട് കിട്ടിയ ഒരു ചെറിയ ബോധ്യമായിരുന്നു എനിക്കത്. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കിന്നും അതാരോടും പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. ആൽഫി പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനായിട്ട് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തോടുള്ള ആ സ്നേഹത്തെ പ്രതി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അത് ദൈവസ്നേഹത്താൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈശോ പറയുന്നല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ആരെനിക്ക് വേണ്ടി പോകുമെന്ന് യേശയ്യാ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ആരെനിക്ക് വേണ്ടി പോകും. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി കാലായിട്ട് കൈയായിട്ട് നാവായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളിപ്പോൾ പറയുകയാണ് ഒരു രക്ഷയില്ല, പിള്ളേരുടെ ഫീസ് കൊടുക്കാനില്ല, ഭക്ഷണം മേടിക്കാൻ പൈസ ഇല്ല, എന്തെങ്കിലും അത് സാലറി കിട്ടിയിട്ട് ഒത്തിരി ദിവസമായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹം ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പോയി നമ്മുടെ പരിചയക്കാരെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് എത്രയാണെന്ന് വെച്ചാൽ തരിക. അപ്പോൾ അവർ പറയണം 100 ആയിരിക്കും 200 എത്രയാണെന്ന് വെച്ചാൽ അത് പലരിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടുമ്പോൾ അവർക്കതൊരു വലിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതുപോലെ എന്തെങ്കിലും അനുഭവം റാണിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ചെറിയ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു പാകിസ്ഥാനി ഒരു കൊച്ചിനെയും കൊണ്ട് 3 വയസ്സുള്ളൊരു പെൺകുട്ടിയെയും കൊണ്ടിട്ട് അവരുടെ മാതാപിതാക്കന്മാരെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു. കാല് പൊള്ളിയിട്ട് വന്നതാണ്. മുട്ടിന് താഴേക്ക് മുഴുവൻ ബേൺസ് ആയിക്കുക, ചൂട് ചായ വീണ് പൊള്ളിയതാണ്. 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല തൊലി പോകാത്തത്, അത്രയും മുഴുവൻ തൊലി പോയി ഫുൾ ബേൺസിലാണ് വന്നിരിക്കുന്നത്. കൊച്ചിനങ്ങ് ഡ്രസ്സിങ് ചെയ്യാൻ തുടങ്ങിയ വഴി അങ്ങ് അലറിക്കരയാൻ തുടങ്ങി. ഈ ക്ലിനിക്ക് മുഴുവനിലുള്ള ആൾക്കാർ ഓടി വന്ന് നോക്കി, അത്രമാത്രം ആ കൊച്ചു അലറിക്കരയും. കാരണം നമുക്കറിയാം ഒരു ഫ്രഷ് വോണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൊച്ചിൻ്റെ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് വാ പൊത്തിപ്പിടിച്ചു. ഞങ്ങൾ പറഞ്ഞു എൻ്റെ അമ്മയെ വാ പൊത്തിപ്പിടിക്കാതെ, കൊച്ചു കരഞ്ഞെങ്കിലും അതൊന്ന് സമാധാനിപ്പിക്കട്ടെ, എല്ലാവരും കൂടി ഇങ്ങനെ കയ്യിലോ കാലിൽ ഇറക്കി പിടിച്ചേക്കുമല്ലേ. അതിനുശേഷം ആ കൊച്ചിനെ ഡ്രസ്സിങ് ചെയ്തു വിട്ടു. ഭയങ്കരമായിട്ട് ഒരു അമ്മയും കിടന്ന് കരയുവാണ് ഈ കൊച്ചിൻ്റെ കരച്ചിൽ കാണുമ്പോഴത്തേക്ക്. അവരുടെ വീട്ടിലേക്ക് 4-5 പിള്ളേരുണ്ട്, എല്ലാം ചെറുത് 1 വയസ്സിന് എളുപ്പമുള്ളൂ വ്യത്യാസമുള്ളെന്ന് തോന്നുന്നു അവരുടെ കുടുംബം കണ്ടിട്ട്. അതിനുശേഷം അവരോട് പറഞ്ഞു പിറ്റേ ദിവസം ഡ്രസ്സിങ്ങിന് വരണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പക്ഷേ 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ കൊച്ചിനെയും കൊണ്ട് വരുന്നത്. വന്നു കഴിഞ്ഞ് ആ ഡ്രസ്സിങ് അഴിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. പഴുത്തിരിക്കുകയാണ് ആ ഒരു വൂണ്ട് മുഴുവനായിട്ട്. ഞങ്ങൾ ചോദിച്ചു ആ ഒരു പേരൻസിനോട് ചോദിച്ചു, നമുക്കറിയാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത്ര കാര്യമായിട്ട് നമ്മൾ നോക്കും, ഡോക്ടർ പറയുന്നതിൽ നിന്നും അണുവിട പോലും നമ്മൾ മാറുകയില്ല.
ഞങ്ങൾ ചോദിച്ചു എന്തേ കൊണ്ടുവരാൻ ഞാൻ കുഞ്ഞിനെ, അപ്പോൾ വണ്ടി സൗകര്യം ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചില്ല, അതുപോലെ തന്നെ ഈ ചൂട് കാരണം കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങളിതൊന്ന് അഴിച്ചു വിടാവോ, ഇത് പെട്ടെന്ന് ഉണങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, കാരണം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നീടാണ് ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മളത് തുറന്ന് വെച്ച് അതിനെ ഉണക്കുന്നത്. പക്ഷേ പിറ്റേ ദിവസം പറഞ്ഞൊന്നും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു വിട്ടു. അവരുടെ പോക്ക് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ അവർ പോയത്. പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു ആ ഒരു പേഷ്യൻറ്റിനെ. ഉച്ചയായിട്ടും വന്നില്ല, എനിക്കിന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു, 3 മണിയായിട്ട് ഇവർ വന്നില്ല. പെട്ടെന്ന് ഞാൻ അവരുടെ മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ട് ഞാൻ ഫയലെടുത്ത് നോക്കി നമ്പർ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫാദർ എങ്ങോ ദൂരെയാണ്. അപ്പോൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ വരുന്നില്ല, വണ്ടി സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു എവിടെയാണ് നിങ്ങളുടെ വീട്? അപ്പം ഒത്തിരി ദൂരം ഒന്നുമില്ല, അടുത്ത പ്രദേശത്താണ്. ഡ്യൂട്ടി കഴിഞ്ഞ വഴി ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ വരുവാണ്, നിങ്ങൾ റെഡി ആയിട്ട് നിന്നോണം, കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ, നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടത് അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയാണ്. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ മക്കൾക്ക് ഇനി ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പന് ജോലിയാണ്, തിരക്കാണ്, കാര്യങ്ങൾ ശരിയാണ്, സ്നേഹം ഉണ്ടായിരിക്കാം ഉള്ളിൽ, പക്ഷേ അമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അമ്മ എങ്ങനെ ഈ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സിങ് ചെയ്യുമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുമായിരുന്നു അമ്മ. എന്നെ കണ്ട വഴി അമ്മ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് വണ്ടിക്കകത്ത് കൊണ്ടങ്ങ് കിടത്തുകയാണ്. വണ്ടിക്കകത്ത് കിടത്തി ഈ കുഞ്ഞിനെ കൊണ്ടുപോയി പോയ വഴിക്ക് ഞാൻ ഇച്ചിരി ജ്യൂസും ഒക്കെ മേടിച്ചു വെച്ചു. കാരണം കഴിഞ്ഞ ദിവസം കരയുന്ന ഞാൻ കണ്ടു, ആ സമയത്ത് കുടിക്കാൻ കൊടുക്കാനായിട്ട് ഇതൊക്കെ മേടിച്ച് ആ കൊച്ചിനെയും കൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡ്രസ്സിങ് ഞാനൊരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കയറി ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു റാണി നീ ഡ്യൂട്ടി കഴിഞ്ഞ് പോയതല്ലേ തിരിച്ച് വരുന്നത്? അപ്പോൾ ഞാൻ ഒരു അത്യാവശ്യമായിരുന്നു ഈ കൊച്ചിനെ കൊണ്ട് എന്ന് വന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിപ്പോയി അകത്ത് ചെന്ന് ഞാനും ഡ്രസ്സിങ്ങിന് കൂടി. ആ ഡ്രസ്സിങ്ങിന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ഡ്രസ്സിങ്ങുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ആ മുറിവിങ്ങനെ കഴുകി വൃത്തിയാക്കിയപ്പോഴേക്കും ഞാൻ ശരിക്കും ഓർക്കുമായിരുന്നു എൻ്റെ ഈശോയെ, പൊള്ളലേറ്റ എൻ്റെ ഈശോയെ ശരിക്കും ഞാൻ ആ ഒരു ബെഡിൽ കണ്ടത്. ഞാൻ എൻ്റെ പാപങ്ങൾ മൂലം ഞാൻ ഈശോയെ പൊള്ളിച്ചതും ആ പൊള്ളലിനെ ഞാനങ്ങ് കഴുകി വൃത്തിയാക്കുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. ശരിക്കും എൻ്റെ ദൈവമേ, ആ ഒരു ഡ്രസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയത്തിലുണ്ടായ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആനന്ദമാണോ സങ്കടമാണോ സന്തോഷമാണോ എനിക്കറിയില്ല, അത്രമാത്രം ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വീണ്ടും തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുവിട്ടു. ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന കണ്ടപ്പോൾ ശരിക്കും നമ്മൾ അമ്മമാരാണല്ലോ, നമുക്കറിയാം, നമുക്ക് ആ ഹൃദയം മനസ്സിലാവും. കുഞ്ഞു കൊച്ചിനെ കൊണ്ട് അമ്മ എന്ത് ചെയ്യാനാണ്? ഒത്തിരി പ്രാർത്ഥനയോട് കൂടിയാണ് ശരിക്കും ഞങ്ങൾ ആ ഒരു ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഈശോ ഒത്തിരി രക്തമൊക്കെ ഒഴിച്ച് കഴുകി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴുകി വിട്ടത്. എത്ര പെട്ടെന്ന് ഒരു 1 to 2 വീക്സിനുള്ളിൽ ആ വൂണ്ട് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു, അത് ഹീലായി. അതിനുശേഷം ആ അമ്മയുടെ ഒരു സന്തോഷവും ഒക്കെ ഒന്ന് കാണേണ്ടത് ഇത് ഞങ്ങളുടെ ക്ലിനിക്കിലെ എല്ലാവർക്കും തന്നെ വളരെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് ശരിക്കും. ഇതുപോലെ ജിയനയുടെ ജീവിതത്തിൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കുവാനായിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈശോ തന്നിട്ടുണ്ട്. 2012 ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബെൽജിയംകാരി പേഷ്യൻ്റ് അഡ്മിറ്റായിരുന്നു. എനിക്ക് ഓഫുള്ളൊരു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ICUവിൽ വന്നപ്പോൾ ഒരു പേഷ്യൻ്റ് വളരെ ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യുന്നത് കേട്ടു. അപ്പം ഞാൻ യൂണിഫോമിലല്ലായിരുന്നെങ്കിലും ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ എന്നെ ഫസ്റ്റ് ടൈം കാണുകയാണ്, പക്ഷേ എന്നെ വളരെ ഒച്ചത്തിൽ ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് മാഡത്തിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ മെഡിസിൻ ഓർഡർ ചെയ്തിരുന്നു, എനിക്കിതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മിനിറ്റ് സമയം എന്താ, ഞാൻ ആരാ സ്റ്റാഫെന്ന് നോക്കിയിട്ട് ഞാൻ അവരോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ICU തിരിച്ചിറങ്ങി വന്നപ്പം വളരെ ബിസി ആയിരുന്നു ICU. അങ്ങനെ സ്റ്റാഫിനോട് പറഞ്ഞു ഇങ്ങനെ അവർ മെഡിസിൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാഫ് പറഞ്ഞു മെഡിസിനായിട്ട് ആൾ പോയിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പേഷ്യനോട് പറയാൻ പറഞ്ഞു നിങ്ങൾ മെഡിസിൻ ഇപ്പോൾ വരും, കാരണം അവർ ഒത്തിരി അർജൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ യൂണിഫോമിനല്ല, എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് എനിക്ക് ഈ പേഷ്യൻറ്റിനെ ഇട്ടു. പേഷ്യൻ്റ് ശരിക്കും ലാപ്രോട്ടമി സർജറി കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലോറേഷന് 2-3 പ്രാവശ്യം ലാപ്രോട്ടമി സർജറിക്ക് വേണ്ടി എടുത്ത് ഫുള്ള് പസ്സായിട്ട് അങ്ങനെ കിടക്കുന്നൊരവസ്ഥയാണ്. ഞങ്ങൾ എൻഡോഴ്സ്മെൻ്റ് എടുത്തതിന് ശേഷം എല്ലാ പേഷ്യൻറ്റിനെയും കാണാനായിട്ട് പോകാറുണ്ട്. അങ്ങനെ പേഷ്യൻ്റെ റൂമിൽ ചെന്നപ്പം ഫസ്റ്റ് ടൈം എന്നെ ഈ പേഷ്യൻ്റ് ആർക്കും അറിയില്ല ഞാൻ ഈ പേഷ്യൻറ്റിനെ നേരത്തെ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ പേഷ്യൻ്റ് എന്നോട് പെട്ടെന്ന് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കി, കാരണം ഞാൻ ആ ഫസ്റ്റ് ടൈം എല്ലാവരും അടുത്ത് ഈ പേഷ്യൻറ്റിനെ നോക്കിയിട്ട് അങ്ങനെയാണ് അവരെനിക്ക് ഇട്ടത് ഈ പേഷ്യൻറ്റിനെ. അങ്ങനെ ഞാൻ അടുത്ത റൂമിൽ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് സാധാരണ ഞാനൊരു പേഷ്യൻ്റെ റൂമിൽ ചെന്നാൽ ആദ്യമേ പേഷ്യൻ്റെ കാലയിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു നീ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. എന്നോട് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. നീ വിശ്വസിക്കേണ്ട, പക്ഷേ എൻ്റെ ദൈവം നിന്നെ സുഖപ്പെടുത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കുറേ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പോയിരുന്ന് അവളോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, ഒരു വീട്ടിൽ 7 മക്കളുള്ള വീട്ടിൽ 7ാമത്തെ കുട്ടിയാണിത്.
അവളൊരു ക്രിസ്ത്യൻ കുടുംബത്തിലെയാണ്, റോമൻ കാത്തലിക് ഫാമിലിയെ, ബെൽജിയത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളുമായിട്ട് ഇവിടെ താമസിക്കുന്ന സമയത്താണ് ഇവർക്ക് അബ്ഡോമിനൽ പെയിനായിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റ് ആവുന്നത്. പക്ഷേ കുടലെല്ലാം ഫുൾ ഇൻഫെക്ഷൻ ആയിരുന്നതുകൊണ്ട് അവർ കുറച്ചത് മുറിച്ച് കളഞ്ഞു. അങ്ങനെ വീണ്ടും പഴുപ്പാണ്. ഈ വരുന്നത് മുഴുവൻ പഴുപ്പായതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു സാധനം അതിനെ ഓറലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം വീണ്ടും റീ എക്സ്പ്ലോറേഷന് OTയിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ 4 പ്രാവശ്യം 5 പ്രാവശ്യം കഴിഞ്ഞ് പേഷ്യൻ്റ് അങ്ങ് ഫെഡപ്പായി. അതിന് ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഈ പേഷ്യൻറ്റിനെ തിരിച്ച് ബെൽജിയത്തിലേക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കാരണം ഇവിടെ കിടന്ന ഈ പേഷ്യൻ്റ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഈ പേഷ്യനോട് എന്നും പറയുമായിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ ഒരു റോമൻ കാത്തലിക് ഫാമിലിയിലല്ലോ, കൊന്തയെപ്പറ്റി നിനക്കറിയാമല്ലോ. അപ്പോൾ ഇവൾ പ്രാർത്ഥിക്കാനൊന്നും റെഡിയല്ല. അവൾക്ക് അങ്ങനെ ദൈവമുണ്ടെന്നൊരു വിശ്വാസമേ ഇല്ല. ഒരു ദിവസം ഞാൻ കണ്ടിന്യൂസ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പം എന്നോട് പറഞ്ഞു, നീ ഇന്ന് എന്നെ ഇവിടുന്ന് വിടുവാണെങ്കിൽ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ പോയി താഴെ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ ആത്മഹത്യ ചെയ്ത് ആർക്ക് പോയി? നിനക്ക് 2 മക്കളുണ്ട്, മക്കൾക്ക് പോയി. നിൻ്റെ ഹസ്ബൻഡിന് വേറൊരു വൈഫിനെ കിട്ടും, പിന്നെ നിൻ്റെ ആത്മാവ് നശിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അതൊക്കെ കേട്ട് കഴിയുമ്പം ദൈവത്തോടൊരു ചെറിയൊരു ചായ്വുണ്ടെങ്കിൽ പോലും അവൾക്കതിനെ കൊന്ത ചെല്ലാനോ പ്രാർത്ഥിക്കാനോ ഉള്ളൊരു മനസ്സില്ല. അങ്ങനെ ഞാൻ അവൾക്ക് കൊണ്ടൊരു കൊന്ത കൊടുത്തു, പ്രാർത്ഥിക്കാൻ പുസ്തകം കൊടുത്തു, ബൈബിളും കൊടുത്തതിന് ശേഷം അവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴത്തെ ഡോക്ടേഴ്സ് തീരുമാനിച്ചു ഇവളെ ബെൽജിയത്തിലേക്ക് തിരിച്ചു വിടാനായിട്ട്. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബെൽജിയത്തിലോട്ട് ഒരു ദിവസം രാവിലെ ഫ്ലൈറ്റിന് കൊണ്ടുപോവാണ്. അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോടും വൈഫിനോടും പറഞ്ഞു, ഞാൻ ഇവളുടെ കൈ കൊന്ത കൊടുത്തിട്ടുണ്ട്, ഇവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവൾ എന്തായാലും രക്ഷപ്പെടും എന്നുള്ളത് എൻ്റെ പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പേഷ്യൻസ് ഇതുപോലെ രക്ഷപ്പെട്ട്, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ബെൽജിയത്തിന് പോയി. പിന്നെ ഒരു വിവരമില്ല. പിന്നെ ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരവിടെ ചെന്ന് കണ്ടിന്യൂസ് സക്ഷൻ ഇട്ടു, രക്ഷയൊന്നുമില്ല. കാരണം ഇനി ഒരിക്കലും ഓറലി ആ പേഷ്യൻ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും സെൻട്രൽ ലൈൻ ഇട്ടിട്ട് അവൾക്കൊരു ഫ്ലൂയിഡ് കൊടുക്കും, TPN സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ അവൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈവൻ നാവിലൊരു തുള്ളി വെള്ളം പോലും ഒക്കെ കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഡോക്ടേഴ്സിന് പിന്നെ ഇവളെക്കുറിച്ചൊരു ഇൻഫർമേഷനും ഇല്ല. അങ്ങനെ ഒരു 20 ദിവസം കഴിഞ്ഞപ്പം ഞാൻ സിക്ക് ലീവ് വരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ICU എന്നൊരു കോള് വരിക, ചേച്ചി ഇപ്പോൾ ഇവിടെ ഒരു ഹസ്ബൻഡും വൈഫും വന്ന വൈഫിനെ കണ്ട എയർ ഹോസ്റ്റസിനെ പോലെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല. ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഇവിടെ കിടന്ന ബെൽജിയംകാരി പേഷ്യൻ്റാണ്. ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവൾ തിരിച്ചു വന്നു, അവൾക്ക് ഇന്ന് എല്ലാ ഫുഡും കഴിക്കാം. അങ്ങനെ അവളുടെ കയ്യിലൊരു കൊന്ത, ഞാൻ കൊടുത്ത കൊന്തയുണ്ടായിരുന്നു, അവൾ ആ കൊന്ത എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തിയത് മരുന്നൊന്നുമല്ല, ഈ കൊന്തയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓർത്തോപീഡിക് ഹോസ്പിറ്റലിൽ ഈ പേഷ്യൻ്റ് വീണ്ടും അവൻ്റെ കൈ ഇടിച്ചിട്ടോ എക്സ്റേ എടുക്കാൻ വന്ന സമയത്ത് അവിടെ ഇരുന്ന ഡോക്ടറോട് ഇങ്ങനെ ഹിസ്റ്ററി പറഞ്ഞ കൂട്ടത്തിൽ അവൾ പറഞ്ഞു, അവളിങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നതിരുന്നു, ഇങ്ങനെ ഒത്തിരി നാളെ കിടന്നതാണ്. അങ്ങനെ ഒരു സിസ്റ്റർ എനിക്ക് കൊന്ത തന്നു, എൻ്റെ പേഴ്സിൽ നിന്ന് കൊന്ത എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞ് ഈ കൊന്തയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, ഇനി ഒരിക്കലും ഞാൻ ദൈവത്തെ മറന്ന് ഒരിക്കലും ജീവിക്കില്ല, എന്നും ഞാൻ ഈ കൊന്ത ചൊല്ലും, എന്നോട് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തെ പോലും വർദ്ധിപ്പിച്ച ഒരു അനുഭവമാണത്. ജിയന്നെ പറഞ്ഞ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ശരിക്കും നമുക്ക് മനസ്സിലായത് ആ രോഗിയുടെ വിശ്വാസമല്ല, അതിനെ ശുശ്രൂഷിച്ച ആ രോഗിയെ ശുശ്രൂഷിച്ച ജിയന്നയുടെ വിശ്വാസമാണ് ശരിക്കും ആ ഒരു രോഗിയെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. അതുപോലെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, തളർവാദ രോഗി 4 പേര് കൂടി തളർവാദ രോഗിയെ കൊണ്ടുവന്ന് ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ തളർവാദ രോഗിയുടെ വിശ്വാസമല്ല, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം മൂലമാണ് ആ തളർവാദ രോഗി സൗഖ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മാർപ്പാപ്പയുടെ ഈ ഒരു ഇയർ ഓഫ് മേഴ്സിയുടെ കൽപ്പനയ്ക്കകത്ത് പറയുന്നുണ്ട് അബോർഷനെതിരായിട്ട്, അബോർഷന് വിധേയമാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളോടുള്ള കരുണയും, അതുപോലെ തന്നെ അത് ചെയ്ത അമ്മമാർ കുറ്റബോധത്തോട് നടക്കുന്നുണ്ട് ഒത്തിരി പേര്, ആർക്കും പുറത്തറിയത്തില്ലായിരിക്കും, പക്ഷേ ഉള്ളിൽ വിങ്ങുന്ന ഹൃദയവുമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മമാരുടെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്. അങ്ങനെ ഞാനൊരു കാര്യം ഓർക്കുമായിരുന്നു, കുറച്ച് നാൾ മുന്നേ ഞങ്ങളുടെ ക്ലിനിക്കിലൊരു സ്ത്രീ വന്നു, ഒരു കുഞ്ഞ് 1 വയസ്സായിട്ടുള്ള കുഞ്ഞിന്, അപ്പോഴത്തേക്ക് പെട്ടെന്ന് 2ാമത്തെ പ്രഗ്നൻ്റായി. അപ്പോൾ ഉടനെ തന്നെ ക്ലിനിക്കിൽ വന്നതിന് ശേഷം എന്നോട് നേരത്തെ കണ്ട് ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് അങ്ങനെയാണ്ട് കണ്ട് പരിചയപ്പെട്ടിട്ട് വളരെ രഹസ്യമായിട്ട് വന്ന് ചോദിച്ചു, സിസ്റ്റർ ഞാൻ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയിപ്പോയി, എനിക്ക് ഈ കുഞ്ഞിനെ ഒന്ന് അബോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാനും 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കരമായ സങ്കടം തോന്നി. കാരണം ഞാൻ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഇത്രമാത്രം താലോലിച്ച് ഞാൻ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഒരു കുഞ്ഞല്ലേ ആ സ്ത്രീയുടെ വയറ്റിലും ഉള്ളത്, അതിനെ കൊല്ലാനായിട്ട് എങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ട്.
എന്നിട്ട് ഞാൻ അതിനെ കൊണ്ടുപോയി ഒരു റൂമിൽ കൊണ്ടിരുത്തി വളരെ സമാധാനമായിട്ട് കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, എന്തിനാണ് നീ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്, പുള്ളിക്ക് സങ്കടമാണ്, പുള്ളിക്ക് അബോർഷൻ ചെയ്യാനായിട്ട് താല്പര്യമൊന്നുമില്ല, അത് തന്നെ വലിയ കാര്യം. പലപ്പോഴും നമുക്കറിയാം ജീവിത പങ്കാളിയിൽ നിന്നുമുള്ള ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്. അപ്പം പുള്ളിക്ക് ഇഷ്ടമില്ല അബോർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ ഒരു സ്വാർത്ഥത തന്നെയാണ്, ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം നോക്കണം, അതിൻ്റെ കൂടെ തന്നെ അടുത്ത കുഞ്ഞിനെ കൂടെ പെട്ടെന്ന് എനിക്ക് പറ്റത്തില്ല, ഇപ്പം തന്നെ ഞാൻ മടുത്തിരിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ അവളോട് പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ ഈ എഴുന്നേറ്റ് നടക്കുന്നൊരു കുഞ്ഞുണ്ടല്ലോ നിനക്ക്, അതിനെ അങ്ങ് നമുക്കങ്ങ് കൊന്നാൽ എങ്ങനെ ഇരിക്കും നിനക്ക് തന്നെ? പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് അത് പറയുകയാണ്, സിസ്റ്റർ എന്നാന്നായി പറയുന്നത്, ഈ കൊച്ചിന് ഇതെൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ കുഞ്ഞല്ലേ, അതിനോടൊരു സ്നേഹം. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി, നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരത, ഈ നടക്കുന്ന കുഞ്ഞിനെ നിനക്ക് കൊല്ലാൻ പോവുകയാണെങ്കിൽ ആ കൊച്ചിന് ഓടിയെങ്കിലും പോകാം, ആരെങ്കിലും കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എവിടെ വരെ ഓടും? ഈ വയറ്റിനകത്ത് കിടന്ന് ഓടാനല്ലേ അതിന് പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നീ കാണിക്കുന്ന ക്രൂരത എത്ര വലുതാണ്. ശരിക്കും ആ ഒരു സ്ത്രീക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് ടച്ച് ചെയ്ത് കേട്ടോ. അത് വിചാരിച്ചുകൊണ്ടിരുന്നത് 2 മാസം കണ്ടായിട്ടുള്ളൂ പ്രഗ്നൻ്റ് ആയിട്ട്, വെറും ഒരു മാംസം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലോ, ഒത്തിരി പേർക്കും അങ്ങനെയാണ് ചിന്ത, അത് മാംസം മാത്രമാണ്, അതിന് കയ്യും കണ്ണും കാലും ജീവനും ഒന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് ശരിക്കും ജീവനുണ്ട്, അതിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അത് അവിടെ വെച്ച് തന്നെ ഞാൻ ഹസ്ബൻഡിനെയും വിളിച്ച് ഒരുമിച്ചിരുത്തി സംസാരിച്ചു. പിന്നെ ആ സ്ത്രീ ഒരു തീരുമാനം എടുക്കുമായിരുന്നു, ഞാൻ ഈ കുഞ്ഞിനെ ക്യാരി ചെയ്യും, അബോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ്. അതിനുശേഷം ഡെലിവറിയായി. ഏകദേശം ഞാനും ആ സമയത്ത് തന്നെ ടൈമായിട്ടിരിക്കുകയായിരുന്നു. നമ്പറൊക്കെ മേടിച്ച് വിളിച്ച സ്ത്രീ എൻ്റെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. സിസ്റ്ററെ, ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ മുഖം ഓർത്തെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. ശരിക്കും ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി. ശരിക്കും ഞാൻ ഈ മാർപ്പാപ്പാടെ ഈ ഒരു കൽപ്പനയൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നമുക്ക് അബോർഷന് വേണ്ടിയിട്ട് വരുന്ന എത്രയോ പേര് നമ്മളെ വളരെ രഹസ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒത്തിരി അറിവില്ലായ്മയാണ് ഒത്തിരി പേര് ഇതിലേക്ക് നയിക്കുന്നത്. സിമിലറായിട്ടൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അക്രൈസ്തവായ ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഞാനിപ്പോൾ 3 മാസം പ്രഗ്നൻ്റ് ആണ്, ഹസ്ബൻഡാണെങ്കിൽ എന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്യുകയാണ് അബോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അബോർട്ട് ചെയ്യിക്കരുത്, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഹസ്ബൻഡ് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, ഒരിക്കലും അബോർഷനെ പറ്റി ചിന്തിക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുത്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ആദ്യം എന്നെ അറിയിക്കണം എന്നുള്ള ഒരു അപ്പോൾ എനിക്കും ആ സമയങ്ങളിൽ ഞാൻ ഡ്യൂട്ടിയിലില്ല, അപ്പോൾ എനിക്കും ഭയങ്കരമായിട്ടൊരു ഫീലിങ്സ് ഉണ്ടല്ലോ നമുക്ക് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളോട് പറയാനായിട്ട്. അപ്പം പുള്ളിക്കാരത്തി ഞാൻ 3-ാം ദിവസം ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി വാർഡിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ എവിടെയായിരുന്നു, ഞാൻ എത്രയോ ദിവസം കൊണ്ട് സിസ്റ്ററെ ഒന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് പറ്റി, ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു, നീ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നന്ദി പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പല കാര്യങ്ങൾ നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ ജോലി മാത്രമല്ല ബാക്കി അവരുടെ കുടുംബ പ്രശ്നങ്ങളിലേക്കൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ഭർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കരുണയുടെ ഈ വർഷത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും ഒരു കുഞ്ഞ്, ഒരു മാംസം ഒരു വ്യക്തിയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് ദൈവം കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ അവയവം അതിന് ഹാർട്ടാണ്. അത് വൺസിടിക്കാൻ തുടങ്ങി അതോടുകൂടിയാണ് പിന്നെ എത്രയോ മനുഷ്യർ അതിൻ്റെ വില അറിയാതെ ആ ഒരു കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനും അല്ലെ അവർക്കൊരു ഹൃദയമുണ്ടെന്ന് നമുക്ക് ഇത്രയും ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഓരോ സഹോദരങ്ങളും കഴിയുന്നത്ര അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ ബോധവൽക്കരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഒരു ഗർഭാവസ്ഥയിലിരിക്കുന്ന സ്ത്രീക്ക് സമൂഹത്തിൻ്റെ സപ്പോർട്ട്, കുടുംബത്തിൻ്റെ സപ്പോർട്ടിനോടൊപ്പം അവൾ ജോലി ചെയ്യുന്ന മേഖലയിലും മറ്റുള്ള അവസരങ്ങളിലെല്ലാം സമൂഹത്തിൻ്റെ സപ്പോർട്ട് അവൾക്ക് ഒത്തിരി ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അനുഭവങ്ങളും പങ്കുവച്ചപ്പോഴേക്കും നമ്മൾ ഓർക്കുകയായിരുന്നു, പരിശുദ്ധ പിതാവ് പറഞ്ഞതുപോലെ ഈ ഒരു ഇയർ ഓഫ് മേഴ്സി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ പ്രൊഫഷനേക്കാളും ലോകത്തിലെ മനുഷ്യ ജീവനോട് നമ്മൾ കരുണ കാണിക്കേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണ് അല്ലെ. ജോലിക്ക് വേണ്ടി, ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. അതാണ് നഴ്സിംഗ് പ്രൊഫഷൻ, ഒരു ദൈവവിളിയാണ് നമ്മളെപ്പോഴും പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ. യജമാനൻ ഒരു ഭൃത്യന് കടം വിളച്ചു കൊടുത്തു, അവൻ കരഞ്ഞ് കാല് പിടിച്ചപ്പോഴേക്കും. പക്ഷേ അവൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്, മറ്റൊരു ഭൃത്യനോട് ആ കരുണ കാണിക്കാൻ അവന് പറ്റിയില്ല. അതുകൊണ്ട് യജമാനൻ അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ കരുണ തൻ്റെ പുത്രനെ നമുക്ക് നൽകാൻ തക്ക വിധമുള്ള ആ വലിയ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞവരാണ് നാം ഓരോരുത്തരും. ഇനി ആ കരുണയുടെ മുഖം നമ്മളിലൂടെയാണ് ശരിക്കും ഈ ലോകത്തിലേക്ക് ഒഴുകപ്പെടേണ്ടത്. അതിനായി എല്ലാ നഴ്സുമാർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ,
ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.